ശ്രീ ജോർജ് പടിപ്പാറ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് പടിപ്പാറ, ധാർമ്മികത സ്വയം തോന്നി വേണമെങ്കിൽ കോൺഗ്രസ് മുകേഷ് രാജിവെക്കട്ടെ, അല്ലെങ്കിൽ അത് പാർട്ടിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് മുകേഷ് മാറി നിൽക്കണമെന്ന് അഭിപ്രായമില്ല എന്ന് സംസ്ഥാന നേതൃത്വം പറയുന്നു, വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നു. അപ്പോഴും കൊല്ലം ജില്ലാ നേതൃത്വം മുകേഷിന് ഒരു അപ്രഖ്യാപിത വിലക്ക് കൽപ്പിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ധാർമ്മികത എന്നൊരു വിഷയത്തിന് മുന്നിലും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്നൊരു വിഷയത്തിനും ഇടയിലും കുടുങ്ങിക്കിടക്കുകയാണോ? തീർച്ചയായിട്ടും ഈ മുകേഷ് വിഷയത്തിൽ പാർട്ടി ഒരു ധർമ്മസങ്കടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുകേഷിനോട് രാജിവെക്കാൻ പറയുക എന്ന് പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുകേഷ് കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ വിധിക്ക് മുമ്പേ തന്നെ പാർട്ടി വിധി പറയുന്ന പോലെയാവും. എന്നാൽ മറിച്ച് ധാർമ്മികത എന്ന് പറയുന്നത്, അതായത് ഒരു വ്യത്യസ്തമായ പാർട്ടിയാണ്, വ്യത്യസ്തമായ മുന്നണിയാണെന്ന് ഇടതു മുന്നണി ആവശ്യപ്പെടുമ്പോൾ, ഇപ്പൊ പെരുമ്പാവൂർ MLA-ക്കെതിരെയും കോവളം MLA-ക്കെതിരെയും കോൺഗ്രസുകാരായ രണ്ടുപേർക്കെതിരെ വന്ന ആരോപണങ്ങളിൽ അവർ രാജിവെച്ചില്ലല്ലോ എന്നൊരു ചോദ്യം കൊണ്ട് മാത്രം പാർട്ടിക്ക് പൊതുമധ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോ എന്താ പറയാ, വനിതാ കമ്മീഷൻ ചെയർമാൻ ശ്രീമതി സതീദേവി പറയുന്നത് അദ്ദേഹത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കാം. പക്ഷെ അദ്ദേഹം കുറ്റം ചെയ്തു എന്ന് കോടതി വിധി പ്രഖ്യാപിക്കുന്നവരെ അദ്ദേഹം കുറ്റവാളിയല്ല. അതുകൊണ്ട് തന്നെ രാജിവെക്കുക എന്നുള്ളത് ഒരു അനിവാര്യതയൊന്നുമല്ല, രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ പാർട്ടി അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അത് മുകേഷിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. ഫലത്തിൽ അദ്ദേഹം കൊല്ലത്ത് പാർട്ടിക്ക് പുറത്താകുന്നതിന് തുല്യമാണത്. അദ്ദേഹത്തെ ഇനി ഒരു ചടങ്ങിലും പങ്കെടുപ്പിക്കേണ്ട. മാത്രമല്ല, അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങുകളിലും പാർട്ടിക്കാരുടെ ഒരു ബഹിഷ്കരണം വന്നാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകേഷ് ഒരുപക്ഷെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുന്നതിനേക്കാൾ കഷ്ടമാണ് അദ്ദേഹത്തിന്റെ പരിപാടികളിൽ വിളിക്കാതിരിക്കുക, അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ ബഹിഷ്കരിക്കുക. പാർട്ടി അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നില്ല, പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു എന്ന് വരുമ്പോൾ പിന്നെ അദ്ദേഹം ഈ മുന്നണിയിലും പാർട്ടിയിലും തുടരുന്നതിൽ, അല്ലെങ്കിൽ MLA ആയി തുടരുന്നത് ഒരു പരിധിവരെ ഒരു വലിയ പ്രശ്നം അദ്ദേഹത്തിന് തന്നെ വ്യക്തിപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ട് ധാർമ്മികതയുടെ പേരിൽ എന്താ പറയാ, ഒരു തത്വത്തിന്റെ പേരിൽ, ഒരു ധാർമ്മിക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ രാജിക്ക് നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യം പാർട്ടി സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ്. പ്രത്യേകിച്ച് കൊല്ലത്തെ പാർട്ടിക്ക് അറിയാം, ഇനി ഒരിക്കൽ കൂടി മുകേഷിനെ അവിടെ മത്സരിപ്പിക്കുന്ന സാധ്യതയൊന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല, കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഒരു അനിവാര്യ ഘടകവുമല്ല. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ബഹുജന പ്രക്ഷോഭം കോൺഗ്രസ് ഒക്കെ അതിശക്തമായിട്ട് കൊണ്ടുവരുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് മുകേഷ് MLA ആയി തുടരുന്നതും പാർട്ടിയുടെ ഭാഗമായി തുടരുന്നതും പാർട്ടിക്ക് നേട്ടത്തെക്കാളേറെ നഷ്ടത്തിന് കാരണമാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വിഷയം സജീവമായി ചർച്ചയാകും. അതുകൊണ്ട് മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ അതായത് ശ്രീ ജോർജ് പടിപ്പാറ, വളരെ ടാക്ടിക്സോടുകൂടി CPM ഈ വിഷയത്തിനകത്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണോ? നേരിട്ട് രാജിവെക്കട്ടെ എന്ന് പറഞ്ഞാൽ ഈ കുറ്റസമ്മതമാകും. അപ്പൊ കുറ്റസമ്മതം നടത്തണ്ട, അതേസമയം വളരെ തന്ത്രപരമായിട്ട് മുകേഷിനെ ഒഴിവാക്കുകയും ചെയ്യാം. അതാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. വലിയൊരു അടവ് നയമാണ് അവിടെ സ്വീകരിക്കുന്നത്. പാർട്ടി നേരിട്ടൊന്നും ചെയ്യുന്നില്ല, വനിതാ കമ്മീഷൻ പറയുന്നില്ല, പാർട്ടിയുടെ ഒന്നും പറയുന്നില്ല. പക്ഷെ പാർട്ടിക്കാര്, അതായത് കൊല്ലം ഘടകം പറയുന്നു ഇദ്ദേഹത്തെ ഇനി പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ല, അദ്ദേഹം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ധാർമ്മിക സമ്മർദ്ദമാണ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബ്ലാക്ക് മെയിലിംഗ് അത്. അദ്ദേഹത്തെ CPM-ന് ഇത്തരം അടവ് നയം നടപ്പാക്കാം. പക്ഷേ ഇതിനകത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. കൊല്ലത്ത് ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ബിന്ദു കൃഷ്ണ പറയുമ്പോൾ ഇതൊക്കെ പാർട്ടിയുടെ കാര്യമല്ലേ, അവർ തീരുമാനിക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനാണ് കോൺഗ്രസ് ഈ നിലപാടെടുക്കുന്നത്? ഇപ്പൊ കൊല്ലത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വേണ്ട എന്ന് പറയുന്ന പോലെ തന്നെ കൊല്ലത്ത് ബിന്ദു കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജിവെക്കണം. ആദ്യം മുതൽ തന്നെ ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടം മുതൽ ബിന്ദു കൃഷ്ണനെ പോലുള്ളവർ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവർ വിട്ടുവീഴ്ചയില്ല, മുകേഷിനെ MLA ആയി തുടരാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്ന് പറയുമ്പോഴും മറുവശത്ത് ബിന്ദു കൃഷ്ണയ്ക്ക് ഇല്ലാത്ത ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം VD സതീശനുണ്ട്. കാരണം VD സതീശൻ എന്ന് പറയുന്ന ആള് കേരളത്തിലെ മുഴുവൻ MLA പ്രതിപക്ഷ നേതാവാണ്. മുഴുവൻ MLA-മാരുടെയും കാര്യം ആലോചിച്ചിട്ട് വേണം അദ്ദേഹത്തിന് മറുപടി പറയാൻ. അങ്ങനെ വരികയാണെങ്കിൽ എന്തുകൊണ്ട് കോവളം MLA വിൻസെന്റിനും അതുപോലെ പെരുമ്പാവൂർ MLA-ക്കും എതിരെയുള്ള ആരോപണങ്ങളിൽ എന്തുകൊണ്ട് അവരോട് പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല? അവരിപ്പോഴും അതേ സ്ഥാനത്ത് തുടരുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്ത് ധാർമ്മിക അവകാശമാണ് പാർട്ടിക്കുള്ളത്? ഈ വിഷയം കൂടി
സതീശന് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് സതീശന് കുറച്ചുകൂടി തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ആലോചിച്ച് മാത്രമേ അതിനകത്തൊരു മറുപടി പറയാൻ പറ്റൂ. മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ അതേ ധാർമ്മികതയുടെ പേരിൽ ഈ രണ്ടുപേരും രാജിവെക്കേണ്ടതായി വരും. അവരോടും രാജി ആവശ്യപ്പെടണ്ടേ എന്ന ചോദ്യത്തിന് അതായത് കോൺഗ്രസും സ്വീകരിക്കുന്നത് ഒരു തരത്തിൽ അടവ് നയമാണ് എന്ന് പറയാം അല്ലേ? അടവ് നയമാണ്. അവിടുത്തെ കൊല്ലം ഘടകം മുകേഷിനെ ആക്രമിക്കുന്നു, എന്നാൽ പാർട്ടി ആസ് എ ഹോൾ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ CPM ഉപയോഗിക്കുന്നത്, CPM ഒരു പാർട്ടി എന്നുള്ള നിലയിൽ മുകേഷിനോട് രാജി ആവശ്യപ്പെടുന്നില്ല, രാജി ചോദിച്ചു വാങ്ങുന്നില്ല, അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറയുന്നില്ല. കോടതി തീരുമാനിക്കട്ടെ എന്ന നിലവിൽ നിൽക്കുന്നു. പക്ഷെ കൊല്ലത്തെ പാർട്ടി ഘടകം അല്ലെങ്കിൽ കൊല്ലത്തെ പാർട്ടിക്കാര് മുകേഷിനെ പോലെ ഒരാളെ ഇനി ചുമക്കാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ടു പാർട്ടികളും നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അതാത് ശ്രീ ജോർജ് പടിപ്പാറ 2 അല്ല 3 പാർട്ടിയുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയോട് ഈ വിഷയത്തിൽ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം മുകേഷിന് വിരുദ്ധമായിട്ട് സംസാരിക്കുകയില്ല, മറ്റുള്ളവർക്ക് ഇതുപോലെ പ്രതികരിക്കാനും വയ്യ. അതായത് ഇതേ പ്രതിസന്ധി BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സത്യത്തിൽ ഒരു വല്ലാത്ത ഒരു അസാധാരണമായ ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. മുമ്പൊന്നും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഈ 3 മുന്നണികൾക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിനും LDFനും UDFനും ഉണ്ടെങ്കിലും BJPക്ക് അത്തരം എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അവർക്ക് അവരുടെ ആവശ്യം. പക്ഷെ ഇവിടെ ഇപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് MP സുരേഷ് ഗോപി മുകേഷിനെ ആദ്യം മുതൽ വളരെ ശക്തമായിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. സുരേഷ് അങ്ങനത്തെ തെറ്റുകാരനല്ല, കുറ്റക്കാരനല്ല, ആ രീതിയിൽ. അപ്പൊ മുഴുവനായിട്ടും അദ്ദേഹത്തെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും അദ്ദേഹത്തിന് ഒരു കവചം തീർക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഇതൊരു ഡെലിക്കേറ്റ് സിറ്റുവേഷൻ ആണ് പറഞ്ഞ. തിരുവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് എവിടെ ചെന്ന്. തീർച്ചയായിട്ടും ശ്രീ ജോർജ് പടിപ്പാറ